ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ രീതി തുടർന്ന അച്ഛമ്മ വൈകാതെ എണീറ്റിരിക്കുമെന്നും സംസാരിക്കുന്നൊക്കെ എനിക്ക് ഉറപ്പുണ്ട്. ഡോക്ടറുടെ ആത്മാർത്ഥതയും സാമർത്ഥ്യവും ഒന്നുകൊണ്ട് മാത്രമാണ് അച്ഛമ്മയ്ക്ക് ഇത്രയും മാറ്റമുണ്ടായത്. ജഗനെന്താ ആലോചിക്കുന്നേ? അല്ല, ഞാൻ മുത്തച്ഛയുടെ കാര്യം ആലോചിച്ചതാ. വർഷയെ നോക്കാൻ നിന്നപ്പോഴാ വിക്രമിന്റെ വീട്ടിൽ വെച്ച് ഈ ആപത്ത് വന്നത്. അന്നു മുതല് ഒറ്റക്കിടപ്പ. കഷ്ടം. വന്ദനേ, വന്ദനേ. അല്ല, അതിനിടയ്ക്ക് ചേച്ചി എവിടെ പോയി? അത്യാവശ്യമായിട്ടൊന്ന് വീട് വരെ പോയതാ. ജഗനാ പറഞ്ഞത് ഞാൻ ഇവിടെ ഇരുന്നോളാം, ചേച്ചി പോയിട്ട് വരാൻ. ആ, ഇപ്പൊ അച്ഛമ്മയ്ക്ക് എങ്ങനെയുണ്ട്? നല്ല മാറ്റമുണ്ട്. ഓ, എനിക്കിത് മാത്രം കേട്ടാ മതി. എന്റെ ജീവൻ അച്ഛമ്മ. വന്ദനേ, നിന്നാണ് വന്ദനേ, നിന്നാണ് അനിയ. അച്ഛമ്മയുടെ കാര്യം ഓർത്തപ്പോ എനിക്ക് ഇരിക്കപ്പോഴൊന്നും ഇല്ലാതായി. വെള്ളം പോലും കുടിക്കാന്നാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മനസ്സിലായി, വിശക്കുന്നുണ്ടല്ലേ? ചേച്ചിക്കുള്ള ഭക്ഷണം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, പോയി കഴിച്ചോ. അതൊക്കെ കഴിക്കാൻ വരട്ടെ. നീ പ്രകാശന്റെ വീട്ടിലെ പാലുകാച്ചിന്റെ വിശേഷം പറ. നല്ല വിശേഷം. ചടങ്ങ് കെങ്കേമായി നടന്നു. എല്ലാരും ഹാപ്പിയാണ്. അത്രയുള്ള വിശേഷം. അല്ലാതെന്താ? പാലുകാച്ചലിന് കാറ്ററിംഗ് വേഷത്തില് രണ്ടുപേര് വന്നിരുന്നല്ലോ. കാണാതായ നമ്മുടെ അച്ഛനും അമ്മയും. അതൊരു വിശേഷമല്ലേടി? ഓ, അതാണോ? നിസ്സാരമായി പോയല്ലേ? ജഗ, അവരുടെ മൂത്ത മകളല്ലേടാ ഞാൻ. അവരെ കാണാതായ നിമിഷം മുതൽ വയറ്റിൽ തീയുമായിട്ട് നടക്കുമായിരുന്നു ഞാൻ. അങ്ങനെയുള്ള എന്നോട് അവര് വന്ന കാര്യം നീ മറച്ചു വെച്ചല്ലോ ജഗ. അല്ല, ചേച്ചി ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ചേച്ചി, അച്ഛനും അമ്മയ്ക്കും ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല. അവരിപ്പോ ഒരു കാറ്ററിംഗ് കമ്പനിയിലെ ജോലി നോക്കുക. ആ കമ്പനിയാണ് പ്രകാശേട്ടന്റെ വീട്ടിലെ കാറ്ററിംഗ് ഏറ്റിരുന്നത്. അങ്ങനെയാ അച്ഛനും അമ്മയും അവിടെ വന്നത്. ഓഹോ, എന്നിട്ട് അവരെവിടെ? ഓ, മനസ്സിലായി മനസ്സിലായി. അവരിനി തൊട്ട് പ്രകാശന്റെ വീട്ടിലായിരിക്കും താമസം അല്ലേ? അല്ല. പിന്നെ താമസിക്കാൻ നീ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരുമോ? അല്ല, അച്ഛനും അമ്മയും ആരോടൊന്നും പറയാതെ സ്ഥലം വിട്ടു കഴിഞ്ഞു. അവര് വീണ്ടും എങ്ങോട്ടും നാട് വിട്ടു കഴിഞ്ഞു. ഓ, ആശ്വാസം. ഉള്ളില് തീയുമായിട്ട് നടന്ന ചേച്ചിക്ക് അച്ഛനമ്മമാര് സ്ഥലം വിട്ടപ്പോ ആശ്വാസോ? അതെ അനിയ, പ്രകാശം വീട് വെച്ച് മാറിയപ്പോഴേ ഈ വീട് ഏതാണ്ട് ഒഴിഞ്ഞു കിടക്കുകയല്ലേ. ഞാൻ മക്കളെയും കൂട്ടി ഇങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുക. അടുത്ത ആഴ്ചയെ സതീഷ് ചേട്ടന് കോഴിക്കോടേക്ക് ട്രാൻസ്ഫറാ. ഇവിടെ ആകുമ്പോ ജഗൻ വാടകയ്ക്കും കൊടുത്തോളൂല്ലോ. മാനത്തെ കൊട്ടാ